ഹലോ ഗായ്സ്, നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മളിപ്പം മൈൻക്രാഫ്റ്റിൽ നമ്മളുടെ സെക്കൻഡ് വീഡിയോ ആണിത്. ഇതിനകത്ത് നമ്മളിപ്പോൾ നമ്മൾ നോക്കിയതിന് കുറച്ച് മരങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. ഇവിടെ കുറേ ചെസ്റ്റ് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ എല്ലാം നികത്തി, അതാണ് ഏറ്റവും വലിയത്. ഇവിടെ നല്ല രീതിക്ക് നികത്തി. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റ് കണ്ട സ്ഥലമാണിത്. നമ്മളത് നല്ല ഫ്ലാറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ ഇതാക്കിയത് അവിടെ നമ്മൾ വീടിന് കുറച്ചൊക്കെ പണിതിട്ടിട്ടുണ്ട്. വീട് കംപ്ലീറ്റ് ആയിട്ടില്ല. കംപ്ലീറ്റ് ആക്കാൻ നമുക്ക് കുറച്ചുകൂടെ കഷ്ണങ്ങൾ വേണം. അതാണ് പരിപാടി. അതുകൊണ്ട് ഇങ്ങനെയാണ് നമ്മളുടെ വീട് വരുന്നത്. 4 മുറിയാണ് തറയിൽ, ഒരെണ്ണം മൈനിങ്, ചെസ്റ്റ്, ഫർണസ്, പിന്നെ ഒരെണ്ണം നമുക്ക് ഹോട്ടലാക്കണമെന്നാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ ബെഡിടും. അവിടെ ചുറ്റും നമ്മൾ ബെഡിടാനാണ് ബിരിയാണി ചെയ്യുന്നത്. സെക്കൻഡ് ഫ്ലോറിലോട്ടുള്ളത് അവിടെ അങ്ങടുത്ത് നിങ്ങളെ കണ്ട സ്റ്റെയറല്ല ഏന് വെച്ചിരുന്നത്. അങ്ങനെയൊക്കെ മതി. ഫുള്ളായി കഴിയുമ്പോഴത്തേക്കും ഫുള്ളിൻ്റെ എനിക്കൊരു പ്ലാൻ ഇതുവരെ ആയിട്ടില്ല. എന്തായാലും ഇത് എത്ര നമ്മൾ ഫ്ലാറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ അവിടെ മരം ഫ്ലാറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ മരവും വെച്ചിട്ടുണ്ട്. നമുക്ക് മരം ഇപ്പം ലോഗിന് വേണ്ടിയിട്ട് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പം ഇത്രയൊക്കെയാണ് പ്ലാൻ. ഇനിയിപ്പം നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ ഞാൻ ഇത്തവണ ഉദ്ദേശിക്കുന്നത് നമുക്കൊരു മോബ് ഫാം ക്രിയേറ്റ് ചെയ്താലോ എന്നാണ്. കാരണം ഇതിവിടെ ഇപ്പോൾ എനിക്ക് ബക്കറ്റിനുള്ള ഇതായിട്ടുണ്ട്. ബട്ട് എനിക്കാണെങ്കിൽ ഒരു മോബ് ഫാം ക്രിയേറ്റ് ചെയ്യണം. ബക്കറ്റിനുള്ള സംഭവമായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വെള്ളം കോരി ഒഴിച്ച് മോബ് ഫാം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്നാണ് എൻ്റെ ഇത്. അപ്പം മോബ് ഫാമിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ചെയ്യണം എന്നൊന്നും തീരുമാനിച്ചില്ല. മോബ് ഫാം ഉണ്ടാക്കിയാലോ എന്നാണ് ഒരു പ്ലാൻ. അതിപ്പം ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ ഈ മരത്തിൻ്റെയൊക്കെ ഇവിടെ അടുത്തെവിടെയെങ്കിലും ആണെങ്കിൽ എനിക്ക് ഈ വുഡ് ചോപ്പ് ചെയ്യുന്ന ടൈമിൽ ഈ മോബ് സ്പോൺ ആവുകയും നമുക്ക് നല്ല രീതിക്ക് കളക്ഷൻ കിട്ടുകയും ചെയ്യുമല്ലോ. അതാണ് പ്ലാൻ. അപ്പം നമുക്ക് കുറച്ച് ടൂൾസൊക്കെ എടുത്തിട്ട് ഇത് മാത്രം പോരാ. കുറച്ച് പണിയൊക്കെ കിട്ടിയാലോ. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ചെയ്യാം. നമുക്ക് രണ്ടിടത്തൊന്നും ഒരു ദൂരം. അപ്പോൾ നമുക്ക് ഒരു 25 ബ്ലോക്ക് ഹൈറ്റിൽ നിന്ന് വീണ് കഴിയുമ്പം ആ വീഴുന്ന വീഴ്ചയിൽ തന്നെ ഡെഡ് ആകുമായിരിക്കും. 23 സംതിങ് ഞാൻ തോന്നുന്നു, എനിക്ക് മറന്നുപോയി. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു 10 ബ്ലോക്ക് ഹൈറ്റ് കൊടുത്തിട്ട് നമുക്കൊരു 15 ബ്ലോക്ക് ഇനി നമുക്ക് അണ്ടർഗ്രൗണ്ടിലോട്ട് കൊടുക്കാം. 10 ബ്ലോക്ക് ഹൈറ്റിൽ നിന്ന് അപ്പം മോബ് സ്പോൺ ആയിട്ട് വീഴുമല്ലോ. 15 ബ്ലോക്ക് തറയിലോട്ട് അങ്ങനെ ചെയ്യാം. അപ്പം ഒരു ഇവിടെ കൊടുത്താൽ കേവലം കാണത്തില്ലായിരിക്കും വിചാരിക്കാം. ഒരു ചെറിയൊരു മല പോലെ നിൽക്കായിരുന്നു നേരത്തെ ഇത് ഫ്ലാറ്റാക്കുന്നതിന് മുമ്പ്. 53. നമ്മളിപ്പോൾ 10 ബ്ലോക്ക് കറക്റ്റ് നമ്മൾ 10 ബ്ലോക്ക് ഇപ്പോൾ തറയിലോട്ട് വന്നിട്ടുണ്ട്. 63 നമ്മളുടെ ഫ്ലോർ. സീ ലെവൽ y 63. ഇപ്പം ഏകദേശം ഒരു ബ്ലോക്ക് കൂടെ പുറകോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളാണെങ്കിൽ 15 ബ്ലോക്കാണ്. പിന്നെ അവിടെ ആയിരിക്കും നമ്മളുടെ നമുക്ക് ഏതാ എങ്ങോട്ടാണെന്ന് അറിയത്തില്ല അല്ലേ. എങ്ങോട്ടാ കയറി പോകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടോട്ട് നമ്മൾ ഡോറ് വെക്കേണ്ട സ്ഥലമാണ്. തറയിലെത്തി കഴിയുമ്പോഴത്തേക്കും ഇതൊന്നും അറിയാനില്ല.
റിസ്ക് എടുക്കണ്ട. ഒരു 2 ബ്ലോക്ക് കൂടെ കളഞ്ഞാൽ ഓക്കെ. അപ്പോൾ നമ്മൾ മൊത്തം കറക്റ്റ് ഒരു 10-15 ഇതായിരിക്കും. നമുക്ക് ഡോറിന് വേണ്ടിയിട്ട് വേണ്ടി വരുന്ന സ്ഥലമല്ലേ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കഴിച്ചൊരു പ്രശ്നമുണ്ട്. ഇത് വീണ് കഴിയുമ്പോൾ ചത്ത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ലൂട്ട് നമ്മൾ കളക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഹോപ്പർ വേണമായിരുന്നു. ഹോപ്പർ നമ്മളുടെ കയ്യിലില്ല. ഹോപ്പറിന് ഐ തിങ്ക് 5 അയണെങ്ങാണ്ട് വേണം. അത്രയും ഹോപ്പർ എൻ്റെ കയ്യിലില്ല. ഹോപ്പറിനുള്ള സാധനവും എൻ്റെ കയ്യിലില്ല. ഹോപ്പറിനുള്ള സാധനം അയണാണ് എൻ്റെ ഇല്ലാത്തത്. അപ്പം അയണിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാനാണ്? അയണ് ഈ ഒരു 3 അയൺ ഒപ്പിച്ച പാട് എനിക്കില്ല. നമുക്ക് വില്ലേജ് ലൂട്ടടിച്ച് നോക്കേണ്ടി വരും മിക്കവാറും. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മണ്ടയ്ക്കോട്ട് പോകണം. മണ്ടയ്ക്ക് പോയാൽ നമുക്ക് ആദ്യം എപ്പോഴും വരാനും പോകാനുള്ളൊരു വഴി റെഡിയാക്കണം ഫസ്റ്റ്. അതാണ് അത്യാവശ്യം. ഇവിടുന്ന് കൊടുത്താൽ ശരിയാവും. നമ്മൾ 2 ബ്ലോക്ക് കൊടുത്ത് കഴിയുമ്പോൾ നമ്മൾ ഇറങ്ങി വരുന്നതിൻ്റെ വെട്ടം എല്ലാം അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ കുഴപ്പം കാണത്തില്ലായിരിക്കും. ഇപ്പം തന്നെ 20 വേണ്ടി വരും 4 എണ്ണത്തിൻ്റെ. ഇതാണ് മിക്കവാറും നമുക്കിതിൻ്റെ സൈസ് കുറച്ച് ഒരൊറ്റ ബ്ലോക്ക് ആക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്പൈഡർ കിട്ടുമെന്നും തോന്നുന്നില്ല. സ്പൈഡർ ഒരൊറ്റ ബ്ലോക്കൊക്കെ ആണെങ്കിൽ സ്പൈഡറിന് സുഖമായിട്ട് വലിഞ്ഞ് കയറിപ്പോകാൻ പറ്റും. നമ്മൾ തോണ്ടിയത് കറക്റ്റാണ് കേട്ടോ. ഇങ്ങോട്ട് തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ സെറ്റ്. അതെ ഇങ്ങോട്ട് തന്നെ വന്നു തോന്നുന്നു. ഒരായിട്ടെത്തും. ഇരട്ടി പോയി കിടക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കാണാം. നിങ്ങളിപ്പോൾ വേണമെങ്കിൽ എൻ്റെ ഡേ കൗണ്ട് നോക്കിയാൽ നമ്മൾ 65 ദിവസം പ്ലേ ചെയ്തിട്ടുണ്ട്. 65 ദിവസം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 50 ദിവസത്തിന് മുകളിൽ ഞാനിത് വൃത്തിയാക്കാൻ വേണ്ടി തന്നെ അല്ല 40 ദിവസം 30 ദിവസത്തിന് മുകളിൽ ഞാൻ വൃത്തിയാക്കാൻ വേണ്ടി തന്നെ നിന്നു. ഓക്കെ നമ്മൾ ഹോപ്പറിൻ്റെ ഒന്ന് നോക്കിയാക്കട്ടെ. ഓ ഇല്ലല്ലോ ഹോപ്പർ ഇവിടെ അല്ലേ ഉള്ളത്? ഹോപ്പറിന് 5 അയൺ വേണം. അത് തന്നെ 5 അയണും ഒരു ചെസ്റ്റുമാണ് വേണ്ടത്. എൻ്റെ കയ്യിലിപ്പം അയണൊന്നുമില്ല. ആകെ കിട്ടിയത് 3 അയൺ. 2 അയൺ ഇവിടെ ഞാൻ ക്ലീൻ ചെയ്യുന്ന ഇടയ്ക്ക് കിട്ടി. 1 അയണിന് വേണ്ടിയിട്ട് ഞാൻ എല്ലായിടും നടന്ന് അതപ്പുറത്തോട്ട് ഒന്ന് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഏതെങ്കിലും ഗുഹ വല്ലതും ഉണ്ടോ തപ്പി നടന്നാണ് കിട്ടിയത്. അതൊക്കെ സ്ഥലങ്ങൾ ഞാൻ പിന്നീട് കാണിച്ചു തരാം നിങ്ങളെ. അങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനാണെങ്കിൽ ജംഗിൾ ബയോമും ഇവിടെ കണ്ടുവരുന്നു. അങ്ങനെ തപ്പി നടക്കുന്നുണ്ടൊക്കെ. അപ്പോൾ ആ ജംഗിൾ ബയോമിലൊക്കെ പോകുന്നതായിരിക്കും അടുത്ത വീഡിയോയിലൊക്കെ. ഓക്കെ പക്ഷേ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യമേ ഇവിടെ കുഴിച്ച് നമുക്ക് കയറാനും ഇറങ്ങാനുള്ളൊരു ഇതാവും. അതെന്തോ ഓക്കെ ഓക്കെ. ഓക്കെ അവിടെ നമ്മളത് മാറ്റിയേക്കാം. അപ്പം ആ ഒരു ടെക്സ്ചർ അത് കിട്ടും നമുക്ക്. ഓക്കെ ഞാൻ ഒരെണ്ണം കളയാൻ മറന്നുല്ലേ. ഈ സൈഡിലത്തെ ഈ ഒരു ബ്ലോക്ക്. ഓക്കെ
വെള്ളമൊഴിച്ച് മണ്ടയ്ക്കോട്ട് കയറാം. വെള്ളമൊഴിച്ച് മണ്ടയ്ക്കോട്ട് കയറിയാൽ വെള്ളം കോരി കോരി ബുള്ളറ്റ് പൊട്ടി വെള്ളം അവിടെ ഒഴിച്ച് കോരാൻ പറ്റുന്നില്ല. ചത്തി ശ്വാസവും പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. ഇവിടെ വെള്ളം ഒഴിച്ച് വെള്ളം കോരാൻ പറ്റാതെ തിരിച്ച് ഇത് കഷ്ടം വെച്ചിട്ട് നമുക്ക് ഭാഗ്യമുണ്ട് ഗൈസ്, ഭാഗ്യമുണ്ട്. നമ്മളങ്ങോട്ട് കയറണമെങ്കിൽ ഏണി ഉണ്ടാക്കുന്നതെന്നുള്ള കാര്യം മറന്നു. എന്ത് ചെയ്യാം? എനിക്ക് ഇവിടെ നിന്ന് ബ്ലോക്ക് അപ്പം ചിലപ്പോൾ ഇത് വീണ് കഴിയുമ്പോൾ വെള്ളം നിന്നാലോ? എങ്ങനെ മനസ്സിലായോ? ഓക്കെ, വെള്ളം നിന്നില്ല. നമ്മൾ കോരിയെടുത്തു ലാസ്റ്റ്. എന്ത് പറ്റി? വെള്ളം ഒഴിക്കണോ വേണ്ടല്ലേ? നമുക്ക് അടുത്തായിട്ട് ഇതെടുക്കാം, ഏണി ഉണ്ടാക്കാം. ഏണി കുറച്ചിരിപ്പുണ്ട്, അത് കൊടുക്കാം. കുറച്ച് ഏണി ഉണ്ടാക്കാം. കുറച്ചുകൂടെ അതിനെ കയ്യിലെടുത്താലേ എനിക്കൊന്നൊരു 30 എണ്ണത്തോളം 35 എണ്ണം വേണ്ടി വരും. മതിയോ? 15 15 30 അടി നമുക്ക് താഴ്ചയിലോട്ടുണ്ട്. പിന്നെ അത് കൂടാതെ നമ്മൾ കൂടുതൽ നമ്മൾ ഡിക്ക് ചെയ്തില്ല. ഇത് നമ്മൾ നേരത്തെ പൊട്ടിക്കണം പറഞ്ഞു, മറന്നു പോയതല്ലേ. കണ്ടിന്യൂവേഷനായിട്ട് പണ്ട് പറ്റുമായിരുന്നു, ഇപ്പോൾ പറ്റത്തില്ല. അത് ഒത്തിരി നാളുകൾ കഴിഞ്ഞ് കളിക്കുന്നതിൻ്റെ ഒത്തിരി കുഴപ്പങ്ങളുണ്ട്. സംഭവത്തിൻ്റെ പേരൊക്കെ മറന്നുപോയി, ചില കാര്യങ്ങൾ എങ്ങനെ ചെയ്യുന്നതെന്ന് മറന്നുപോയി. ഒട്ടും ഓർക്കാതെ ഇപ്പോൾ തന്നെ ഹൂപ്പറിൻ്റെ കാര്യം മറന്നുപോയി. ഇത്രയും തുറന്നുണ്ടോ ഹൂപ്പറിൻ്റെ കാര്യം ഓർക്കുന്നു. മറ്റേത് കളിക്കുമ്പോൾ നല്ല രീതിക്ക് അയണൊക്കെ കയ്യിലായിട്ട് ഇതൊക്കെ ചിന്തിക്കും. അയൺകോളം ഫാം ആവട്ടെ അല്ലെ മോക്ക് ഫാം ആവട്ടെ, അതല്ല. ഇതിപ്പം ഒരു ബക്കറ്റ് വെള്ളമായപ്പോൾ തന്നെ ഒരു ബക്കറ്റ് ഉണ്ടാക്കിയപ്പോൾ തന്നെ ഫാമിലോട്ടായി. മറ്റേത് ബക്കറ്റ് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും കൃഷി നല്ലൊരു വെജിറ്റബിൾ ഫാം, എന്തെങ്കിലും ക്യാരറ്റോ ബീട്രൂട്ടോ പൊട്ടറ്റോ എല്ലാമായിരുന്നു, നല്ല രീതിക്ക് ചെയ്യാം എന്നായിരുന്നു.
ഇപ്പോൾ ഒരു ബക്കറ്റ് കിട്ടിയപ്പോഴത്തേക്കും മോബ് ഫാം ഒരൊറ്റ ജമ്പ്. ബട്ട് നമ്മൾ അത്രയ്ക്ക് നല്ലൊരു ഗെയിം പ്ലേ നടത്തണം എന്ന് വിചാരിക്കുന്ന ഇതെന്താണ് പറ്റുക ഞാൻ ചോദിച്ചു. കാരണം ഇവിടെയാണ് നമ്മളുടെ ഹോപ്പർ വരുന്നത്. നമ്മൾ ഇനിയിപ്പോൾ അത് അടയ്ക്കും, അത് വേറെ കാര്യം. എന്തായാലും കാരണം ഇതിനകത്ത് 4 ഹോപ്പറിനുള്ള അയൺ കിട്ടിയാൽ ഗൈസ് നമുക്ക് വില്ലേജിലോട്ട് പോകണം. അതിന് മുമ്പ് നമുക്ക് ഈ സാധനമൊക്കെ തിരിച്ചു വെക്കാം. ആവശ്യമില്ലാത്തൊന്നും കൊണ്ടുപോകണ്ട. ഇവിടെ ഒന്നുമില്ലെങ്കിൽ നമ്മളാണെങ്കിൽ ആ അയൻകുളത്തെ തല്ലിക്കൊല്ലും. അത്രയാണ്. ആ അയൻകുളത്തെ ഞാൻ കൊന്നു തീർത്തേക്കാം. ഇത്രയും അടുത്ത് വില്ലേജുള്ളത് നമ്മളുടെ ഭാഗ്യം. ദൂരത്ത് വല്ലതും ആയിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ. ഗൈസ്, നിങ്ങളുടെ കയ്യിൽ അയണുണ്ടോ? ഇവിടെ ചെസ്റ്റും ഇല്ല, ദാരിദ്ര്യം. സാറിൻ്റെ കയ്യിൽ അയണുണ്ടോ? ഒരു നെക്കറും പാൻറ്റും 2 ബ്രെഡും. നെക്കറും പാൻറ്റും, ഷർട്ടും പാൻറ്റും 2 പെൻറ്റും, അല്ല 2 ബ്രെഡും ബെൻറ്റ്. ഇവിടെയൊന്നുമില്ല. നമുക്കിപ്പോൾ ഒരൊറ്റ വീട്ടിൽ നിന്നാണ് ടൂർ കിട്ടിയിരിക്കുന്നത്. അടുത്ത വീട്ടിൽ വന്നപ്പോൾ അവിടെയില്ല. എൻ്റെ അടുത്ത വീട്ടിൽ കിടപ്പോൾ അവിടെയും ഇല്ല. അവിടെ ഒരാൾ കിടപ്പുണ്ട്. സെറ്റാ. അടുത്തത് നമ്മുടെ മറുകിടന്ന് തുടങ്ങാം. ആ ചേട്ടൻ കിടക്കുന്നുണ്ടപ്പോൾ എനിക്ക് ഉറക്കം വരുന്നു. ഓക്കെ, അപ്പം നേരം വെളുത്തു. നമ്മൾ പുതിയ ഒരു ദിവസം തുടങ്ങിയിരിക്കുകയാണ്. ഉറക്കമെല്ലാം കഴിഞ്ഞ് ഓരോരുത്തർ പണിക്ക് പോകുന്നുണ്ടോ. എത്ര ശുഷ്കാന്തി. നമ്മൾ അടുത്ത വീട്ടിൽ വന്നു. ഈ വീട്ടിലൊന്നുമില്ല. അടുത്ത വീട്ടിൽ നോക്കി, ആ വീട്ടിലൊന്നുമില്ല. നമ്മളെ പിച്ചക്കാർ. പോച്ച വിച്ച് വെച്ചിരിക്കുന്നടാ. പോച്ച, ചെസ്റ്റിനകത്ത് പോച്ച. ഇതിനൊക്കെ ഞാൻ പിന്നെ വരാം. ഇപ്പം എനിക്ക് വേണ്ട. ഇതിപ്പോൾ ഞാൻ ഏതൊക്കെ വീട്ടിൽ കയറിയെന്ന് പോലും അറിയാൻ വയ്യ. വഴി നോക്കാൻ ഞാൻ കഥ അടച്ചു ചമ്മിപ്പോയി. ഇത് നമ്മൾ കയറിയ വീട്. ഏതൊക്കെ കയറിയ വീട്? ഇത് കയറിയ വീടാണോ? ആണോ ആണോ ചേട്ടാ? ആരുമില്ലേ? ആരുമില്ലാന്ന് മാത്രമല്ല, ഒന്നുമില്ല. ഇനിയിപ്പോൾ വഴിയൊന്നുമില്ല അങ്ങോട്ട്. ഞാനിനി പോകാത്ത വീടും കുറവായിരിക്കും.
ഞാനിപ്പോൾ എവിടെയൊക്കെ പോയെന്ന് പോലും അറിയാൻ വയ്യ. ജസ്റ്റ് ഞാൻ കണ്ട നേരത്തെ നമ്മൾ പോച്ച മാത്രമുള്ള. ഓക്കെ, നമുക്കിനി ഇപ്പോൾ നമ്മളുടെ അയൻകോളം ചേട്ടൻ്റെ തലിക്കൊല്ല. ഞാൻ മുമ്പ് ഈ വീട്ടിലും കൂടെ നോക്കട്ടെ. ഷ്രൈൻ പോലെ ഇരിക്കുന്നു. ഷ്രൈൻ ഇതിൽ ജാപ്പനീസ് അമ്പലം ഉണ്ടല്ലോ, അതുപോലെ ഇരിക്കുന്ന വീട്. ഷ്രൈൻ ഹൗസ് അങ്ങനെ. വീണ്ടും പോകുന്നു ചേട്ടാ. അതിനെ കണ്ടപ്പോൾ എൻ്റെ ഫോണിനൊരു ഹാങ്. ഇങ്ങനത്തെ ഹാങ്ങൊക്കെ വെച്ചുകൊണ്ട് ഞാൻ എങ്ങനെ ഓരോരോ മോബിനെ കൊല്ലും. എൻ്റെ ഫോൺ മാറാൻ സമയമായിരിക്കുന്നു ഗൈസ്, ഫോൺ മാറാൻ സമയമായി. ഗൈസ് ഫോൺ മാറണം എന്നുണ്ട്. ഫോൺ മാറിയാൽ എൻ്റെ ഈ അക്കൗണ്ട് പോകും. ഈ അക്കൗണ്ടല്ല, ഈ കളിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ഈ വേൾഡ് ഡിലീറ്റ് ആകുമെന്ന് തോന്നുന്നു. എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ എങ്ങനെയാണെങ്കിലും എൻ്റെ ഡ്രാഗണിനെ കൊന്നതിന് ശേഷം മിക്കവാറും ഫോൺ മാറാൻ ചാൻസ് ഉള്ളൂ. ചിലപ്പോൾ അതിന് മുമ്പ് ഞാൻ മാറും. കാരണം ഇപ്പം ഫോണിന് പല കാര്യങ്ങൾക്കും വയ്യ എന്നുള്ള അവസ്ഥയായിരുന്നു. ഇത് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ ലാപ്പുണ്ട്, ലാപ്പിൽ ഗെയിം പ്ലേ വീഡിയോ ഇടാം. പക്ഷേ എനിക്ക് ലാപ്പിൽ കളിക്കുന്നത് കുറച്ച് ടഫാണ്. ഞാൻ പക്ക ന്യൂബായി പോകും ഗൈസ്, പക്ക ന്യൂബ്. മൂവ്മെൻ്റ് പോലും എനിക്കിപ്പോൾ ലാപ്പിൽ കളിച്ചിട്ട് ശരിയാവുന്നില്ല. ന്യൂബായി പോകുമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇത്ര പ്രോ ആണെന്നല്ല പറഞ്ഞത്. എന്നാൽ നമുക്ക് മൂവ്മെൻറ്റ് കറക്റ്റ് പോലും എനിക്ക് ലാപ്പിൽ അറിയത്തില്ല. ലാപ്പിൽ ഞാൻ ഫസ്റ്റായിട്ട് കളിക്കുന്ന ഗെയിം ഒരു ഷൂട്ടിങ്ങിൻ്റെയാണ്. അതിന് ശേഷം ഇതോ സെക്കൻഡ് ഗെയിം. ബട്ട് അങ്ങോട്ട് റെഡി ആവുന്നില്ല. 2 ബ്ലോക്കും കൂടെ മണ്ടക്കട വെച്ചിട്ട് 3 ബ്ലോക്ക് ഹൈറ്റ് ഇതിനെക്കാട്ടി പൊക്കത്തിൽ കിട്ടുന്നു. അത് ഇവനെ ലോക്ക് ചെയ്തിട്ട് പിന്നെ അവിടെ അടിയണ്ണം കൊണ്ട തൂക്കും അവനെ ഇവിടുന്ന്. അവനെ അടുത്ത് പോയി നിന്നിട്ട് നിൽക്കേട്ടാ, ഞാൻ ചെയ്തില്ല. വെയിറ്റ് ഗൈസ് വെയിറ്റ്. ഞാനാണെങ്കിൽ പതുക്കെ അവനെ എവിടെയെങ്കിലും നിൽക്കുമ്പോൾ അവിടെ പോയിട്ടൊരു 3 ബ്ലോക്ക് ഹൈറ്റ് കയറുന്നുണ്ട്. തലയും കൊല്ലാം നമുക്ക്. വാല പിടിച്ചവൻ അവിടേക്ക്. വെയിറ്റ് പോകരുത്. 4 ബ്ലോക്ക് കയറിയിട്ടുണ്ട്. നീ പറ്റിങ്ങനെ തൊറ. എന്ത് നോക്കണത്? എന്തിനാ നോക്കണത്? സംരക്ഷകനെ കാണാൻ വേണ്ടി നിൽക്കുന്ന മഹാൻ തീരുന്നടാ. നിൻ്റെയൊക്കെ രക്ഷകൻ്റെ അന്തി എൻ്റെ കയ്യിൽ. ഗൈസ് ഇതൊരു 5 ബ്ലോക്ക് 5 അയൺ ബ്ലോക്ക് നമുക്ക് ഒരൊറ്റ ഇതിൽ കിട്ടിയിട്ടുണ്ട്. ഒരു ഹൂപ്പറിനുള്ളതായിട്ടുണ്ട്. നമ്മളിപ്പോൾ അപ്പുറത്തെ വില്ലേജിൽ പോയിട്ട് അവനെ കൊല്ലണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പുറത്തെ വില്ലേജിൽ പോയി നമുക്ക് വലുതായിട്ടൊന്നും ചെയ്യേണ്ട. ഈ ഒരൊറ്റ ഹൂപ്പറിനുള്ള ഈ ഒരു 5 അയൺ ബ്ലോക്കും കൊണ്ട് നമ്മൾ പോയി ഒരൊറ്റ ഹൂപ്പർ വെച്ചിട്ട് നമുക്ക് ഒരൊറ്റ ഹോളിൽ ഫാം നടത്താം. അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഫാം നമുക്ക് കുറച്ച്, നമ്മളിപ്പോൾ വീഡിയോയ്ക്ക് നല്ല ലെങ്ത് ആയിട്ടുണ്ട്. ഫാം എന്തായാലും നമുക്ക് കുറച്ച് ഞാൻ കാണിച്ചു തരാം. നമ്മളൊരു ബേസ് ഒക്കെ പണിയുന്നത്, ഫാമിന് ബേസ് ഇടുന്നതൊക്കെ കാണിച്ചു തരാം. ബാക്കി അടുത്ത വീഡിയോയിൽ. അടുത്ത വീഡിയോ ഒന്നും കേട്ട് ആരും പോകല്. എന്തായാലും നമ്മൾ കുറച്ചുകൂടെ ഒക്കെ കളിച്ചിട്ടേ പോകുന്നുള്ളൂ. എന്തോ ആ കാണുന്ന ദ്വീപിലാണ് നമ്മളുള്ളത്. ആ കാണുന്ന ദ്വീപ് ഇപ്പം നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കുക. ഈ ഏരിയ എത്തുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ എങ്ങനെ ഇരുന്ന സ്ഥലമാണ് കാണാൻ പറ്റും. എങ്ങനെ ഇരുന്ന സ്ഥലമാണ് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. കോഴി എന്തോ കാണിക്കുക. ഓക്കെ.
പിന്നീട് വേറെ ഒന്നുമില്ല, നമുക്ക് വേറെ പണി നോക്കാം. ഇവിടെ ഇപ്പം ഒരൊറ്റ ബ്ലോക്കാക്കിയാൽ ഒരൊറ്റ ബ്ലോക്കിൻ്റെ ഹോളാക്കുക. ആക്കഴിഞ്ഞാൽ അതിനകത്ത് ആ ഒരു ഹോപ്പർ വെച്ചിട്ട് ആ ഹോപ്പറിൽ വന്ന് വീഴുക, ചാവുക, ചെസ്റ്റിലോട്ടാവുക. ഓക്കെ, സെറ്റ്. നമ്മളിപ്പം ബാക്കി പണി ചെയ്യാം. വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ? ഇല്ലായിരിക്കും. ചെയ്ത് കഴിയുമ്പോൾ അറിയാം എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന്. ഞാൻ എവിടെ പോകുന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? വരൂ, നമുക്ക് അപ്പുറത്ത് വില്ലേജിൽ പോയിട്ട് അവിടുത്തെ ഞങ്ങളുടെ ചെസ്റ്റ് മാത്രം ചെക്ക് ചെയ്യാം. ചെസ്റ്റിലൊന്നും ഇല്ലെങ്കിൽ ഓക്കെ, നമ്മൾ തിരിച്ചു വരും. ബട്ട് ചെസ്റ്റിലുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ പ്ലാൻ ചേഞ്ച് ചെയ്യണ്ട. ഇവിടെ എന്തോരം വീടുണ്ടെന്ന് അറിയില്ല. അവിടെ ഇവിടെയൊക്കെ വീട് കാണുന്നു. ഒന്നാമത്തെ വീട്ടിലൊന്നുമില്ല, കാലി. രണ്ടാമത്തെ വീട് ഇതാ. രണ്ടാമത്തെ വീട്ടിലും പോയി നോക്കുന്നു. വെച്ച് നോക്കുക, ഇതിന് വാതിലുണ്ട്. രണ്ടാമത്തെ വീട് ഈ വീട്ടിലുണ്ട്. ഇങ്ങനത്തെ വീട്ടിലൊക്കെ മിക്കവാറും ഇവിടെ ആയിട്ടൊരു ചെസ്റ്റ് ഉണ്ട്, അത് ഉള്ളതാണ്. ഓ ഷിറ്റ്, 2 ബുക്ക് മാത്രമേ ഉള്ളൂ. എമറാൾഡും ഉണ്ട്. എമറാൾഡൊന്നും നമുക്കിപ്പോൾ വേണ്ട. നമുക്ക് പിന്നീട് എമറാൾഡൊക്കെ കിൻഡൽ കണക്കിന്, അങ്ങനെ കിൻഡലും പോട്ടെ, ഡസൻ കണക്കിന് നമുക്ക് എമറാൾഡൊക്കെ നമുക്ക് കിട്ടും. കാരണം നമുക്ക് ഫാമിങ് ചെയ്യാം. ഫാമിങ്ങിലൂടെയാണ് കൂടുതൽ എമറാൾഡ് കിട്ടുക. എൻ്റെ മുമ്പിലത്തെയൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം നമ്മൾ ഫാമിങ്ങിലൂടെ മാത്രം നമ്മൾ എമറാൾഡ് ഇഷ്ടം പോലെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, വെജിറ്റബിൾ ഫാമിങ്ങിന് മാത്രം. ബട്ട് ഇത്തവണ നമ്മൾ സൈഡ് വേറെയും ഫാമിംഗ് ഒക്കെ ചെയ്യുന്നതായിരിക്കും. സിമ്പിളായിട്ട് പേപ്പർ, സ്റ്റിക്ക് ഒക്കെ നമുക്ക് ചെയ്യാം. അതും ഫാമിങ് തന്നെയാണല്ലോ. ഈ ബിൽഡിങ്ങിൽ, ഇങ്ങനത്തെ ബിൽഡിങ്ങിൻ്റെ അകത്ത് ജസ്റ്റ് ഉള്ളതായിട്ടൊന്നും ഓർക്കുന്നില്ല. എൻ്റെ കഥ അവിടെ ജസ്റ്റ് ഈ കോണിപ്പടി ഏറിപ്പോയി നമ്മൾ ജസ്റ്റ് ആണ് ഇതില്ലേ. ഓ സ്റ്റോൺ, തണ്ടറില്ലാത്ത സ്റ്റോൺ. തണ്ടറുണ്ടായിരുന്നു നമുക്ക് കിടന്നു. നൈറ്റും റെയിനും കൂടെ ഒരുമിച്ചാണ് വന്നതെന്ന് തോന്നുന്നു. ഇവിടെ ഒരിടത്ത് ടെസ്റ്റും ഇല്ല. ഓടാവുന്നു മനുഷ്യൻ്റെ സമയം കളയാം. ചെസ്റ്റ് ഉണ്ടോ? ഇല്ല. അതും പച്ച ഷർട്ടിട്ടൊരു ദരിദ്രവാസിയായിരുന്നു അവിടുത്തെ വില്ലേജർ. ഇവിടെയും ചെസ്റ്റ് ഇല്ല. ഗൈസ്, നമ്മൾ എന്ത് ചെയ്യും ഗൈസ്? ഇതിനകത്തും ചെസ്റ്റൊന്നുമില്ല. ചെസ്റ്റ്, ഈ ചെസ്റ്റിൽ ഇതായിട്ട് വ്യത്യാസം. ഗൈസ്, നമ്മൾ ഒറ്റയ്ക്കും പോട്ടെ, ഒരൊറ്റ ബ്ലോക്കിലുള്ള ഫാം മിക്കവാറും പണിയേണ്ടി വരും. എങ്ങോട്ടായിരുന്നു വീട്ടിലോട്ടുള്ള വഴി? അതും മറന്നുപോയി. ഇതൊരു കേവ്.
ഇവിടെ ഒന്നും കേവ് കണ്ടിട്ട് ഓർക്കുന്നില്ല. ചേട്ടാ, ആ വീട്ടിലും നമുക്കൊന്നുമില്ല, ഈ വീട്ടിലും നമുക്കൊന്നുമില്ല, ആ വീട്ടിലും ഇല്ല, ഈ വീട്ടിലും ഇല്ല, ഒരു വീട്ടിലും നമുക്കൊന്നുമില്ല. പന്നിയൊക്കെ വന്നിട്ട് കരയല്ലേന്ന് പറഞ്ഞിട്ട് പോകുന്നു. എന്ത് ചെയ്യും? വീട്ടിലോട്ടെങ്കിലും പോകാനുള്ള വഴി. ഇവിടുത്തെ അയൺകോളം എവിടെ? നമ്മൾ ഇത്രയും വന്നിട്ട് അയൺകോളത്തെ കണ്ടത് ഇവിടുത്തെ ഗോളം എവിടെ? ഗൈസ് കാവൽക്കാർ ആൾക്കാർ. നമുക്ക് എന്തായാലും തിരിച്ചു പോകാം. അയ്യോ, ഓക്കെ. മാറി. അങ്ങനെ നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മളുടെ ബാക്കി പരിപാടികളിലോട്ട് പോവുകയാണ് ഗൈസ്. നമ്മൾ ബാക്കി പരിപാടി എന്ന് പറയുമ്പോൾ ഇതൊരൊറ്റ ഹോളാക്കുക, അതാണ് ഏറ്റവും വലിയ പരിപാടി. ഇതൊരൊറ്റ ഹോൾ ആക്കുക അതിന് ഗൈസ്. അപ്പോൾ നമുക്കിനിയിപ്പം ഇതൊന്ന് നിറയ്ക്കാം. ഇനി 4 ബ്ലോക്ക് ഉണ്ട് ഇതിൽ. അത് 3 ബ്ലോക്ക് വെച്ചിട്ട് 3 ബ്ലോക്ക് മറയ്ക്കാം, ഒറ്റ ബ്ലോക്ക് മാത്രം വെച്ചാൽ. ഇനി ഇവിടെ നിന്ന് തറയിലോട്ട് എത്തുമോ? എത്തില്ല. ഇനി ഇപ്പുറത്തെ സൈഡിൽ നിന്ന് എത്തുമോ? ഓക്കെ. ഇനിയിപ്പോൾ ഒന്ന് മറയ്ക്കാം. 1 2 3 4 പോട്ടെ. 1 2 3 4 1 അതുപോലെ 1 2 3 4. ഓക്കെ, 1 എന്നുള്ള. ഓക്കെ. ഇനി നമുക്കിനി അപ്പുറത്തുകൂടെ പോയിട്ട് മറ്റുള്ള ആ ഒരൊറ്റ ബ്ലോക്കുണ്ട് അതും കൂടെ ഇങ്ങനെ നിറയ്ക്കാം. പക്ഷേ അവിടെ കുഴപ്പമുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പിന്നീട് അറിയാം. തീർന്നു. എന്നാൽ തരാം, എൻ്റെ ആവശ്യത്തിനുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കടക്കാം. ജസ്റ്റ് ഹോപ്പർ ഒക്കെ വേണം നമുക്ക്. തടി വരൂ, തടി. എന്തായാലും നമുക്ക് ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. ഇപ്പോൾ നല്ല ലെങ്തിലായിട്ടുണ്ട് വീഡിയോ, പിന്നെ ഇപ്പോൾ ഒത്തിരി ടൈമായല്ലോ. അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ ഗൈസ്. ഓക്കെ, ശരി എന്നാൽ.